നിന്റെ ദേഷ്യം കാരണം നീ ഗെയിമിൽ തോറ്റുപോയി. ഇപ്പോൾ നിനക്ക് തരാൻ പോകുന്ന പണിഷ്മെന്റ് എന്താണെന്ന് വെച്ചാൽ വീണ്ടും നീ ഗെയിമിൽ എൻ്റർ ആകണം. ഇഷ്ടപ്പെടുന്ന ആൾ ആരാന്ന് ഇപ്പൊ മനസ്സിലായി. നിന്റെ അമ്മ ആരെയാണോ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നത്, അവരുടെ സ്നേഹം കുറയുമ്പോ അവരുടെ മേളിൽ ഒരുപാട് ദേഷ്യം വരും. ഞാൻ പറഞ്ഞിരുന്നില്ലേ സിദ്ധു, ഇമോഷണൽ ജീവിതത്തെ വീക്കാക്കുമെന്ന്. വാട്ട് യു ഗോയിങ് ടു ഡു അബൌട്ട് ഇറ്റ്? Call him again. എന്തിനാണ് നീ കട്ട് ചെയ്തത്? ഗെയിമിൽ സ്റ്റോറി പറഞ്ഞാൽ കേൾക്കണമെന്ന് റൂളൊന്നുമില്ലല്ലോ. ലെറ്റ്സ് ഗെറ്റ് ടു വർക്ക്. അർജുൻ ഗോസ്വാമി, ഏജ് 45. അവന്റെ അടുത്താണ് നിന്റെ ടാസ്ക്. അവിടുത്തെ സെക്യൂരിറ്റി ബ്രേക്ക് ചെയ്ത് കീ കാർഡ് വാങ്ങിച്ച് അവന്റെ റൂമിനുള്ളിലേക്ക് എൻ്ററായി അവന്റെ ലാപ്ടോപ്പിനുള്ളിലുള്ള ഫയൽസ് എല്ലാം ക്രാഷ് ചെയ്ത് ആ ലാപ്ടോപ്പ് നശിപ്പിക്കണം. I'm ready. Security breached. Good. Keep moving. Hey! Hey! ആരാണ് നീ? സെക്യൂരിറ്റി രത്തൻ. എടാ ബുദ്ധിയില്ലാത്തവന്, ഞാൻ ഇത്രയും ദൂരം വന്നെങ്കിൽ അവരെങ്ങനെ വരാനാ? What the hell you want? ഏയ് കൈവയ്ക്ക് വെക്ക്. നീയും ഈ ഗെയിമിലെ ഒരു പേരാണോ? ഈ ഗെയിമിനെ കുറിച്ച് നിനക്ക് ഞാൻ അറിയാം. പറയേ. ഗെയിമിനെ കുറിച്ചും അറിയാം,
നീ ഏതോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും അറിയാം. തെറ്റോ? നമുക്കെല്ലാവർക്കും ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യമുണ്ട്. ഡോൺ വി? ഇൻഫാക്ട് ഈ ഗെയിമിലുള്ള എല്ലാവരും ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാനും ചെയ്തിട്ടുണ്ട്. നീ എന്തായി പറയുന്നത്? ഒരു പ്രാവശ്യം ഈ ഗെയിമിനുള്ളിൽ കയറിയാൽ നീ ഒരു ക്രിമിനലായി പുറത്തു വരും, അല്ലെങ്കിൽ ഡെഡ് ബോഡിയായി പുറത്തു വരും. ദർ ഇസ് നോ അതർ ഓപ്ഷൻ. ഈ ഗെയിമിനെ കുറിച്ച് അറിയുന്ന പറഞ്ഞില്ലേ? പറയ. പോകെ പോകെ നിനക്ക് തന്നെ മനസ്സിലാകും. വെയിറ്റ് ചെയ്യേ. നീ പറയുന്നോ ഇല്ലയോ? നോ. ഗുഡ്സ് കോപ്പീഡ്, ഡേറ്റ ട്രാൻസ്ഫർ, മിഷൻ അക്കംപ്ലിഷ്ഡ്. ഫിനിഷ് ആയില്ലല്ലോ സിദ്ധു. പിന്നിലെ റൂമിലേക്ക് പോയി റൈറ്റ് സൈഡ് കബോർഡിലുള്ള സെക്കൻഡ് ഷെൽഫിൽ ഒരു ഗണ്ണുണ്ട്. ആ ഗണ്ണെടുത്ത് അവനെ വെടിവെച്ച് കൊല്ലണം. എന്തിനു കൊല്ലണം? പറയുന്നത് കേൾക്ക് സിദ്ധു. നീ കൊന്നാലും കൊന്നില്ലെങ്കിലും അവൻ തീർച്ചയായും മരിക്കും. പക്ഷെ നീ കൊന്നാൽ ഈ ടാസ്കിൽ നീ വിജയിയാകും. ഏയ്, നീ പറയുന്നതെല്ലാം ചെയ്തു തീർത്ത് എനിക്ക് ഭ്രാന്താണെന്ന് വിചാരിച്ചോ? എപ്പോൾ നീ മരിക്കണമെന്ന് വിചാരിച്ചോ അപ്പോൾ നിനക്ക് ഞാൻ ലൈഫ് നൽകി. സോ അതുകൊണ്ട് ഇവിടെ ഞാനാണ് തീരുമാനിക്കുന്നത്. നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല സിദ്ധു. നീ ഗോസ്വാമിയെ കൊന്നില്ലെങ്കിൽ മറ്റൊരു പ്ലെയർ നിന്നെ കൊല്ലാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. നീ ഫിനിഷ് ചെയ്യ്, അല്ലെങ്കിൽ നിന്നെ ഫിനിഷ് ചെയ്യും. ഞാൻ ചത്താലും ഒരു മനുഷ്യനെ കൊല്ലൂല. വാവ്, സൂപ്പർ ട്രാൻസ്ഫോർമേഷൻ. ഗൗതം സിദ്ധാർത്ഥ്. ആരാടാ നീ? എനിക്കെങ്ങനെ എന്റെ പേര് അറിയാം? ഇപ്പൊ അതൊന്നും പറയാൻ സമയമില്ല ഗൗതം. നിന്നെക്കുറിച്ചും നിന്റെ മുത്തശ്ശൻ സൂര്യനാരായണനെ കുറിച്ചും നിന്റെ അമ്മ അർച്ചനയെയും പിന്നെ ആ മർഡറിനെ കുറിച്ചും എല്ലാം എനിക്കറിയാം. Yeah, I know it. You are. ഇനി പറയൂ, ഇത്രയും കാലം നീ മറച്ചു വെച്ചിരുന്ന ആ രഹസ്യം ഞാൻ പുറത്തു പറയട്ടെ. അത് നിനക്ക് മരണത്തെക്കാൾ ഭയാനകമായിരിക്കും. ഗോസ്വാമിയുടെ മുറിയിൽ ഗണ്ണുണ്ട്. ടേക്ക് ഇറ്റ്, ഫിനിഷ് ഇറ്റ്, എന്നിട്ട് എത്രയും വേഗം അവിടുന്ന് പുറത്തു വരിക. എന്റെ മകൻ ചീത്തയായിരിക്കാം, നിന്നോട് ദ്രോഹവും ചെയ്തിരിക്കാം. എന്നാൽ ഒരു അമ്മയും മകൻ മരിക്കുന്നത് കാണാൻ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് അവനെ കൊല്ലുന്നതിന് മുമ്പ് നീ എന്നെ കൊല്ല്. ചെയ്യാതെ വരുന്നു. സോ നിങ്ങളുടെ ടാസ്ക് അവനെ ഫിനിഷ് ചെയ്യുക എന്നത്. ഗുഡ് ജോബ്. ടാസ്ക് ഫിനിഷ് ചെയ്തതിന് നിങ്ങൾക്ക് ലഭിക്കുന്നു 50 ലക്ഷം രൂപ.
അർജുനെ ഞാൻ കൊന്നു നിനക്ക് വേണ്ടി. ഈ ഗെയിമിനെ കുറിച്ച് നിനക്ക് എങ്ങനെ അറിയാം? ആരാ നീ? പറയാ. റിലാക്സ് സിദ്ധു, ആദ്യം ഞാൻ പറയുന്ന കേക്ക്. ബോസ് നിന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്ത് ഡെഡ് ലൈൻ തന്നപ്പോ നീ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചു. ഓഫീസിലുള്ളവരൊക്കെ നിന്നെ കളിയാക്കി ചിരിച്ചപ്പോ എനിക്ക് വല്ലാതെ പാവം തോന്നി. നീ വളരെ നല്ല മനുഷ്യനാണ് സിദ്ധു. നിന്നെ സഹായിക്കാന്ന് വിചാരിച്ച് ഞാൻ നിന്റെ വീട്ടിലോട്ട് വന്നു. നിന്റെ കൺമുന്നിൽ വെച്ച് നിന്നെ ചീറ്റ് ചെയ്തവരെ നീ ക്ഷമിക്കാന്ന് പറഞ്ഞപ്പോ നിന്നെ പോലെ ഒരുത്തെ ഏത് പെൺകുട്ടിക്ക് കിട്ടും? നീ തന്നെ പറ സിദ്ധു. അന്ന് നമ്മുടെ വഴക്ക് കഴിഞ്ഞ് നീ ഫ്രസ്ട്രേറ്റ് ആയത് ഓർത്തപ്പോ സോറി പറയാന്ന് വിചാരിച്ച് ഞാൻ വന്നു. അപ്പോ ഈ ഗെയിമിനെ കുറിച്ച് നീ ആരുടെ അടുത്തോ സംസാരിക്കുന്നത് കേട്ടു. നിന്റെ ലൈഫിൽ ശരിക്കും എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ നീ ഒരു ഡേഞ്ചറസ് ട്രാപ്പിൽ കുടുങ്ങിയിരിക്കാന്ന് മനസ്സിലായി. സോ അന്ന് മുതൽ നീ അറിയാതെ ഞാൻ നിന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ മരിച്ചാലും സാരമില്ല സിദ്ധു. ഐ വോണ്ട് യു ടു ബി സേഫ്. എനിക്കറിയില്ല എന്റെ സ്നേഹം ഞാൻ നിനക്ക് എങ്ങനെ പറയണമെന്ന്. ഞാൻ പറഞ്ഞതൊക്കെ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീയും എന്നെ സ്നേഹിക്കും. അല്ലെങ്കിൽ പിന്നെ എന്നെ കൊന്നേക്ക്. വെൽ ഡൺ സിദ്ധു, കീപ് ഇറ്റ് അപ്പ്. ഇനി എന്റെ ഗെയിം എല്ലാം നിന്നോടൊപ്പമാണ്. വൺ ഫൈനൽ ടാസ്ക്. ഡാ, ഞാൻ മരിക്കാന്ന് വിചാരിച്ചത് ഞാൻ സ്നേഹിക്കുന്നവർ എന്തിനു എന്നെ ഒന്ന് പിരിച്ചൊന്ന് ദൈവത്തിന്റെ കാലിൽ വീണ് ചോദിക്കാൻ വേണ്ടിയാണ്. ജീവിതം ഫുള്ളും ഞാൻ അന്വേഷിച്ചത് ഒരു ജെന്യൂൻ ലവിന് വേണ്ടിയാണ്. ഇപ്പൊ അതെന്റെ മുമ്പിലുണ്ട്. സോ എന്റെ വഴിക്ക് വരാതിരുന്നാൽ അത് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ you know my fucking power. ഇപ്പൊ എന്റെ ഈ പ്രേമത്തിന് വേണ്ടി ആ ദൈവത്തിനെ പോലെ ഞാൻ എതിർക്കും. You are fucking nothing. സിദ്ധു, സിദ്ധു, സിദ്ധു. ഇതുവരെ ഞാൻ ഒന്നിനും പ്രയോജനമില്ലാത്തവനെന്നാ വിചാരിച്ചത്. ബട്ട് ഐ ഫീൽ ഐ എം ദ മോസ്റ്റ് ലക്കിയസ്റ്റ് വൺ റൈറ്റ് നൗ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിന്റെ പ്രേമം കൈകളിൽ കാണിച്ചിരിക്കുകയാണ്. ഐ ലവ് യു താര. ഐ റിയലി ലവ് യു.